സംതൃപ്തരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പ്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എങ്ങനെ എന്നതിന്റെ ഒരു റോൾ മോഡലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ പ്രത്യേകമായി പത്രത്തിൽ എഴുതണം. അതിനൊന്നും ഇനി പ്രസക്തിയില്ല. ഇപ്പോ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട്, ഇതിന്റെ തീരുമാനം, ഫൈനൽ തീരുമാനം ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ പുറത്ത് ആ തീരുമാനം വന്നു. ആ തീരുമാനം ഞങ്ങൾ എല്ലാവരും രണ്ട് കൈപൊട്ടി നമ്മൾ അംഗീകരിച്ചു. അതിനനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ദൃശ്യമായി പാർട്ടിയല്ലേ, നമ്മളൊരു പാർട്ടിയല്ലേ. പാർട്ടിന്റെ അകത്ത് പാർട്ടിയിലെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? കൊടുത്ത ഒരു അങ്ങ് KCയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരിക്കൽ പറയുണ്ടായി. അതിന് പകരം വീട് വരുന്നോണ്ട് യാതൊരു അതിന് എല്ലാവരും ഒരുപോലെയല്ലേ? ഇവർ രണ്ടുപേരും നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തൂണുകളല്ലേ. നമുക്ക് എന്താ ഇതിനകത്ത് കുറവ്? അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ രമേശ് ചെന്നിത്തല മാറി നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തിയതാണ്. അത് നാളെയും നമുക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം. നമ്മളൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത്, നമ്മളൊക്കെ ഇല്ലേ? നമ്മളെ ബന്ധുക്കൾ മുമ്പകളാക്കി ഒന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്കും കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും. ഒരുപാട് അനുഭവം പരിചയമുള്ള ഒരു നേതാവാണ്. പാർട്ടിയുടെ ഏത് തീരുമാനത്തിന്റെയും പിറകിൽ ശക്തനായ ഒരു വക്താവായി ഞാനുണ്ടാകും.